ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു സ്വീറ്റിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. കുട്ടികൾ ചോദിച്ച ഉടനെ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തതായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെള്ളം ഒഴിച്ചെടുത്തതിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാൽപ്പൊടിയുടെ ആവശ്യമില്ല. ഇനി പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഈ വെള്ളം കുറച്ചൊന്ന് ചൂടായതിനു ശേഷം വേണം പാൽപ്പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞു ചേർന്നോളും. ചൂടാവുന്നതിന് മുമ്പ് പാൽപ്പൊടി ഇട്ട് കൊടുത്താലും നന്നായി തിളച്ചതിന് ശേഷം പാൽപ്പൊടി ഇട്ട് കൊടുത്താലും കട്ടയായിട്ടിരിക്കും. ഇനി നമ്മുടെ പലഹാരത്തിന് ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരം കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് ഒന്ന് സ്നാക്സ് കളറായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.25 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. 1/2 കപ്പ് അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കണം. വറുത്ത റവയാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടത്തില്ല. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് റവയാണ്. ആദ്യം പകുതി റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള റവ കൂടി ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുത്താൽ അതിന്റെ പരുവം തെറ്റിപ്പോവും, കട്ടയായി പോവും. ഞാനിപ്പോൾ ഇതാ ബാക്കിയുള്ള റവ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ റവ വെന്ത് വരുന്നവരേക്കും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഈ റവ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് നേരമൊക്കെ മതിയാവും. ഇപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മണത്തിന് വേണ്ടി 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാര ഒരുക്കിയത് ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ച ശേഷം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചെറുതായിട്ടൊരു ചൂടുള്ള സമയത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്, എന്നാലേ നല്ലൊരു പരുവത്തിന് കിട്ടുള്ളൂ. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ചൂടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ 2-3 പ്രാവശ്യം വെള്ളത്തിൽ കൈ തൊട്ടെടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യൊന്ന് കയ്യിൽ സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾ ഷേപ്പിലാക്കിയതിന് ശേഷം പിന്നെ ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഈ ഒരു ഷേപ്പാണ് കാണാനൊരു ഭംഗിയായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തു. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മാവ് എടുത്തതിന് ശേഷം കയ്യിലൊന്ന് ബോൾസ് ടൈപ്പിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് 2 അറ്റവും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതേ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്കായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് 1 മണിക്കൂറിന് ശേഷം മാത്രം എടുത്ത് കഴിക്കുക. അപ്പോഴാണ് ഇത് നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് നല്ല അലിഞ്ഞു പോകുന്ന രീതിയിൽ റെഡിയായി കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അത്രയും സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.